ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കയറാം നമുക്ക്. ഓക്കെ. നമ്മുടെ മാർക്കറ്റ് കുറച്ച് വീക്കായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, ടാരിഫിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. റിസൾട്ട്സ് ഒന്നും അത്ര അടിപൊളിയായിട്ടുള്ള റിസൾട്ട്സ് അല്ല കാണിക്കുന്നത്. പ്രത്യേകിച്ചും ലാസ്റ്റ് ഇയേഴ്സിൽ നമ്മൾ നോർമൽ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിൻ്റെയൊക്കെ പ്രൈസസ് വളരെ ഹൈ ആയിരുന്നത് കാരണം, ഇല്ലെങ്കിൽ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം നമ്മൾ പല സാധനങ്ങളും മേടിക്കുന്നത് കുറവായിരുന്നു, ഇല്ലെങ്കിൽ കൺസപ്ഷൻ കുറവായിരുന്നത് കൊണ്ട് തന്നെ പല FMCG കമ്പനികളുടെയും സെയിൽസിൽ ഗ്രോത്ത് കുറവായിരുന്നു, ഇല്ലെങ്കിൽ സെയിൽസ് ഫിഗർ കുറവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല അനലിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിൽ മേടിക്കുന്ന ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് കുറവാണ്. അത് കാരണം കാറിൻ്റെ സെയിൽസ് കുറവുണ്ടായിരുന്നു, നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ തന്നെ സെയിൽസിൽ കുറവുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ മാർക്കറ്റിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ IT സെക്ടറിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്നലെയും ഒരു വളരെ ഹസാഡസ് ആയിട്ടുള്ള ഒരു കമൻറ്റ് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിറ്റിസൺസിന് ഉള്ള പ്രിവിലേജ് പോലെയാണ് പറയുന്നത് IT ജോബ്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല ആവേണ്ടത് എന്നൊക്കെ പറയുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, കമ്മിങ് ടു ദ മാർക്കറ്റ്, ഈ ഓഗസ്റ്റ് 1 നമ്മുടെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടാരിഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നെഗോസിയേഷൻ ഒരിടത്തും എത്തിയിട്ടില്ല. യൂറോപ്യൻ യൂണിയനും 15% കൊടുത്തു എന്ന് പറഞ്ഞു. ലാസ്റ്റ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ 15% ജപ്പാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇന്ത്യക്ക് 25-നകത്തെങ്കിലും കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ലെറ്റ് സി എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിലേ ആകും. ഓഗസ്റ്റ് 15 ശേഷം ഉള്ള വീക്കിലായിരിക്കും വരാനുള്ള സാധ്യത. സോ ആ ഒരു അരക്ഷിതാവസ്ഥ, അൺസർട്ടനിറ്റി അവിടെ നിൽപ്പുണ്ട്. അത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കയറിയാൽ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവാണ്, ഫ്ലാറ്റാണ്. 837 നിന്ന് 839.5 എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ലിറ്ററലി അത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സ്റ്റാൻസിലാണ്. ബിക്കോസ് ഓൾറെഡി നമ്മുടെ ആൾക്കാർ FIs ഓൾറെഡി ഭയങ്കര നെഗറ്റീവ് നോട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ മനസ്സിലും ഒരു പോസിറ്റീവ് ടെക്സ്ചർ ഇല്ല മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ ദാറ്റ് അതിനൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, റിലയൻസൊക്കെ വളരെ ലോയിലേക്ക് വന്നിട്ടുണ്ട്. 1391 ആയിട്ടുണ്ട്. ഓക്കെ, അക്കുമുലേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കുമുലേറ്റ് ചെയ്ത് തുടങ്ങേണ്ട ഏരിയയാണ്. നോക്കാം, ഒരു 1380 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ അക്കുമുലേറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, SBയും നല്ലൊരു മൊമെൻറ്റം വന്നതാണ്. 830 മേളിലിടുന്നിട്ട് തിരിച്ച് വീണ്ടും 800 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് നോക്കിയാൽ മാർക്കറ്റിൽ ഇത് കണ്ടോ, മാർക്കറ്റിലൊരു കയറിപ്പോയൊരു ട്രെൻഡിനെ തിരിച്ച് ഈ ഒരു വലിയൊരു മൊമെൻറ്റം ക്യാൻഡലിനെ തിരിച്ച് 4 ക്യാൻഡലായിട്ട് 4 വീക്കായിട്ട് ഒറ്റ വീക്കിൻ്റെ ഒരു ഹൈനെ ബ്രേക്ക് ഇത് ഇവിടെ ഫിസിൽ ഔട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. സോ ഇത് താഴേക്ക് വന്നപ്പോൾ 1-2 സ്റ്റോക്ക് ഈ ഒരു ബോട്ടത്തിലെത്തിയപ്പോൾ 1-2 സ്റ്റോക്ക് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. വലിയ നഷ്ടമൊന്നുമില്ല. ദേവയാനി ഇരിപ്പുണ്ട്, വേറെ ഏതാണ്ടൊക്കെ 1-2 സ്റ്റോക്സ് ഇരിപ്പുണ്ട്. 1%, 0.5%ഒക്കെ മൈനസിലാണ്, എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. സോ നോക്കാം. അപ്പോൾ മാർക്കറ്റ് സ്വിങ്ങിന് അനുകൂലമായൊരു മാർക്കറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ടഫാണ് ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. കയറി തിരിച്ച് പതുക്കെ ഇറങ്ങുന്നുണ്ട്. തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് കയറാം. ഈ ഒരു ഹൈ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഓക്കെ, ഇതിൻ്റെ നമുക്ക് ടൈം ഫ്രെയിം ചെറുതാക്കിയാൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് സൈഡ് ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ 24,800 താഴെയാണ് മാർക്കറ്റിൻ്റെ യഥാർത്ഥ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല.
സപ്പോർട്ട് എടുത്ത് നിൽക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ സ്വിംഗ് ട്രേഡേഴ്സ് പൊസിഷൻ എന്തെങ്കിലും അനാവശ്യമായിട്ട് കയ്യിരിപ്പുണ്ടെങ്കിൽ പാർഷ്യലി എക്സിറ്റ് ചെയ്ത് കളയാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു ഇതിലൊരു ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇത് കയറിപ്പോകുന്ന ഒരു ട്രെൻഡിനെ തിരിച്ച് വളരെ ശക്തമായിട്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ ഫുൾ ക്വാണ്ടിറ്റി ചിലപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഞാനും ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ കട്ട് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പൊസിഷൻ കട്ട് ചെയ്ത് കളയും. ബാക്കി ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം വളരെ പോസിറ്റീവിലാണ്. നമ്മുടെ മാർക്കറ്റ് മാത്രമാണ് ഡൗണ്. സോ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയാൽ നമ്മളും തിരിച്ച് കയറിപ്പോവും. IT സെക്ടറൊക്കെയാണ് മാർക്കറ്റിനെ വല്ലാണ്ട് ഡൗൺ ആക്കിയിരിക്കുന്നത്. ഞാൻ ഒരു സ്റ്റോക്ക് ഡിപ്പിലെടുത്തു എന്ന് തോന്നുന്നു. അതോ എടുക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ടെക്കമ്മോ HCL ടെക്കോ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെക്കാം എന്ന് മനസ്സിലുണ്ട്. എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൈസ് പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. അടുത്ത് പറയാനുള്ള മെയിൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രീമിയർ എനർജീസ്. ഓൾറെഡി നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ആ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് 1040 1060 മേടിച്ചിട്ടുണ്ട്. അത് ഇനിയും കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല റിസൾട്ടാണ്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അടുത്തത് ടാറ്റ കെമിക്കൽസ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് കഴിഞ്ഞൊരു വർഷത്തിന് മുന്നേ വരെ വളരെ നല്ല രീതിക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ഇല്ല, നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഐഡിയാസും നല്ല ക്വാളിറ്റി ഔട്ട്കം ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ കെമിക്കൽസ്. പിന്നീട് അതിൻ്റെ റിസൾട്ടിൽ കുറച്ച് മോശം ഫിഗേഴ്സ് വന്നപ്പോൾ നമ്മൾ വിട്ടതാണ്. ഇപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ നല്ല ഫിഗേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനും ഒരു ടാറ്റ സ്റ്റോക്ക് ബൈ ഓൺ ഡിപ്പ് എന്നുള്ളൊരു ലെവലിലാണ് നോക്കുന്നതെങ്കിൽ 900+ ഒരു നമ്പറിൽ, ഇല്ലെങ്കിൽ 800 880 ഒക്കെയാണ് അതിൻ്റെ നല്ല നമ്പർ എന്ന് പറയുന്നത്. 880 റേഞ്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ മേടിച്ച് വെച്ചിരുന്ന 560 570 അത് പണ്ട് മേടിച്ചതാണ്. അതിൽ വീണ്ടും അക്കുമുലേറ്റ് ചെയ്യുന്നുണ്ട്. പല അക്കൗണ്ടിലായിട്ട് അത് അക്കുമുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ 800 970 എൻ്റെ കയ്യിൽ പൊസിഷൻ ഉണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഒരു മിനിറ്റ് നോക്കാം. പറയുമ്പോൾ ടാറ്റ കെമിക്കൽ നല്ല റിസൾട്ടായിരുന്നു ഇപ്രാവശ്യത്തത്. സോ നിങ്ങൾക്ക് ഓക്കെ, അത് ഓൾറെഡി അവിടെ ഒരു ഡിപ്പ് വന്നു. 880 റേഞ്ചിൽ ഡിപ്പ് വന്ന് 880 ബ്രേക്ക് ചെയ്ത് തിരിച്ച് കയറി പോവുകയാണ്. ഇവിടെ ഒരു ഡബിൾ ബോട്ടമാണ് നിൽക്കുന്നത്. സപ്പോർട്ട് എടുത്ത് കയറി പോകുന്നു. നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. 960 മേളിൽ വേണമെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തുടങ്ങാമെന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഐഡിയ ആണ്. നിങ്ങൾ ഇത് സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക, നിങ്ങളുടേതായ സെറ്റപ്പിൽ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 സ്റ്റോക്ക് തൽക്കാലം പറഞ്ഞോളൂ. മാർക്കറ്റ് ഒന്ന് മേളിലോട്ട് വരുവാണെങ്കിൽ 25,000 മേളിൽ വരുവാണെങ്കിൽ ഒരു 6 സ്റ്റോക്കുള്ളൊരു വാച്ച് ലിസ്റ്റ് തരാം. അത് മൺഡേ, ഇന്ന് വന്നത് വെനസ്ഡേ ആകുമ്പോഴേക്കും ഞാൻ വാച്ച് ലിസ്റ്റ് നോക്കി സാറ്റർഡേ സൺഡേയിൽ നോക്കി വയ്ക്കാറുണ്ട്. ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഡിപ്ലോയ് ചെയ്യാം. സോ ഞാൻ ഒരുപാട് ഗ്ലോബൽ ന്യൂസിൽ പോകുന്നതിന് പകരം മാക്സിമം മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ക്രൂഡ് ഓയിലും ഫ്ലാറ്റാണ്. എന്നാൽ 2 സൈഡിലത്തേക്ക് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് ട്രെൻഡ്, ഇതൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറി പോകാൻ, ഈ ഒരു ഏരിയയിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇത് ഡേ ടൈം ഫ്രെയിമാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ നോക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിതിനെ മാറ്റിയിട്ട് നോക്കിയാൽ ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ താഴെ പോയാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കാം, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വയ്ക്കാം എന്നുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾ വരയ്ക്കുക. ഇതെല്ലാം നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ ഇതിനൊരു നെഗറ്റീവ് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഇതിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6000 പോകാനുള്ള സാധ്യതയുണ്ട്. അത് മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും. ഇതൊരു ലോങ്ങർ ടൈം ഫ്രെയിമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഷോർട്ടർ ടാർഗറ്റ്സ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ടർ ടാർഗറ്റ്സ് കൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ വീക്കിലത്തേക്ക് തന്നെ അത്യാവശ്യം ഒരു ഡേറ്റ പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.